ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് മാർക്കറ്റിലൊരു എൻട്രി എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു കൺവിക്ഷൻ വന്നിട്ട് ഡൗൺ സൈഡാണ്. പക്ഷേ ട്രേഡിൻ്റെ സെറ്റപ്പ് നോക്കുമ്പോഴത്തേക്ക് ഒരു അപ്പ് സൈഡാണ് തോന്നുന്നത്. ഓക്കെ, നമ്മുടെ ഏതായാലും ട്രേഡ് പ്ലാൻഡാണ്. നമുക്ക് എഗനിസ്റ്റാണ് മാർക്കറ്റ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈനിനെ ക്രോസ് ചെയ്താൽ ഉടനെ തന്നെ നമ്മുടെ ലൈനിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് റീടെസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ല, നമ്മുടെ ലൈനിനെ മേളിലോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് എക്സിറ്റ് ചെയ്യും. എത്രയാണോ അപ്പോൾ റൺ ചെയ്യുന്ന ലോസ് അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ട്രേഡിൽ നിന്ന് ഉടനെ ഇറങ്ങും. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഇന്നത്തെ ഒരു ട്രേഡ് പ്ലാൻ. അല്ലാതെ വലിയൊരു ലോസ് ബെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു എക്സാക്റ്റ് ഓക്കെ, നമ്മുടെ ലൈനിനെ അത്യാവശ്യം മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. നമുക്ക് ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 2800 ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. മാർക്കറ്റ് നമ്മുടെ ലൈനിനെ വന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും മേളിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. സോ ഇവിടെ ഞാനൊരു ട്രേഡിൽ എൻട്രി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ജസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും 78 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് താഴത്തോട്ട് ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വരും. ഏതായാലും നമുക്ക് പെട്ടെന്ന് ട്രേഡിൽ എൻട്രി എടുത്തേക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട് ട്രേഡേഴ്സ്. മാർക്കറ്റ് മേളിലോട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ്ലി നല്ലൊരു മൊമെൻറ്റമാണ് മേളിലേക്ക് കാണിച്ചത്. ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. തിരിച്ച് മാർക്കറ്റ് വന്ന് നമ്മുടെ ലൈനെ റീടെസ്റ്റ് ചെയ്ത് പിന്നെയും മേളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. നമ്മുടെ സമയം കഴിഞ്ഞു പോയത് കൊണ്ട് ഞാൻ ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എഗനിസ്റ്റാണ് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിലും, കാരണം ഈ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുന്ന ട്രേഡുകളിൽ. സോ അപ്പോൾ നമുക്ക് എഗനിസ്റ്റാണ് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വലിയ ലോസ് ബെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ഒരു സെറ്റപ്പാണ്. പക്ഷേ ടൈം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്തുകൊണ്ട് ഇനിയിപ്പം ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട് നമ്മുടെ ലൈൻ്റെ അവിടുന്ന് തന്നെ റീടെസ്റ്റ് ചെയ്തുകൊണ്ട്. സോ വലിയൊരു ടാർഗറ്റിലേക്കും പോകുന്നില്ല. എക്സാക്ട്ലി ഒരു 100 പോയിൻറ്റ്സ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോസിനെ നമ്മളിന്ന് റിക്കവർ ചെയ്യും. പിന്നെ ഇന്ന് ഞാൻ ഇച്ചിരി ബിസിയാണ്. അപ്പം ഈ ഒരു ട്രേഡും കൂടെ കൊണ്ട് നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഇതായിരിക്കും ഇന്നത്തെ ട്രേഡ് ലാസ്റ്റ്. അപ്പോൾ ഇനിയിപ്പോൾ ലോസിൽ പോകുമെന്ന് തോന്നുന്നില്ല, കാരണം 2000+ ആയി. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്തേക്കാം. ഒരു 50 പോയിൻറ്റ്സിൻ്റെ മീൻസ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഒരു 2500 പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് എൻട്രി കിട്ടിയത് 942 ഓക്കെ, മാനുവലി എക്സിറ്റ് ചെയ്യേണ്ട നമുക്ക്. നമുക്ക് ഏതായാലും നമ്മളുടെ ടാർഗറ്റ് കൊടുത്തിട്ടാണ് ട്രേഡേഴ്സ്. 942 നമുക്ക് എൻട്രി കിട്ടിയത്. നമുക്ക് നമ്മളുടെ ടാർഗറ്റ് കൊടുക്കാം. സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ 992 ഓക്കെ, 992 ഓക്കെ കൊടുത്തപ്പോൾ തന്നെ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓവറോൾ ഇന്ന് നമ്മളുടെ ലോസ് ഉണ്ടായിരുന്നതിനെ റിക്കവർ ചെയ്ത് ജസ്റ്റ് ഒരു കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്തു എന്ന് പറയാം. ഓവറോൾ ഒരു 2 ട്രേഡ് എടുത്ത് ഫസ്റ്റ് ട്രേഡിൽ നമുക്ക് ലോസ് ആയിരുന്നു. ഇതാണ് നമ്മുടെ ഓർഡർ ബുക്ക്. ഫസ്റ്റ് ട്രേഡിൽ നമുക്ക് ലോസ് ആയിരുന്നു, സെക്കൻഡ് ട്രേഡിൽ നമ്മൾ പ്രോഫിറ്റാണ്. ഇതായിരുന്നു ഇന്നത്തെ ട്രേഡും ലോജിക്കും. താങ്ക് യു.